ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയണോ അല്ലെങ്കിൽ അവരെ ലവേഴ്സ് എന്ന് പറയണോ സ്റ്റിൽ എനിക്കറിയില്ല. പക്ഷെ അവരെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്സ് ആണെന്നാണ്. സോ അതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് സംസാരിക്കാം. നമ്മുടെ ഊഹങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ഒന്നും തീർച്ചയായിട്ടും പ്രസക്തിയില്ല. അവർ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ സംസാരിക്കാം. സോ ഇവർ ഫ്രണ്ട്സാണ്. അപ്പോൾ തൻ്റെ ഫ്രണ്ടായ ഗബ്രിയെ ഇന്നലെ നടന്ന ഫൈറ്റ് എടുത്ത് ഫുള്ള് നോക്കിയാൽ ഒരിടത്ത് പോലും ഗബ്രിയെ ജാസ്മിൻ മറ്റുള്ളവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഗബ്രിയുടെ നാക്കായിട്ട് മാറുന്നതായിട്ടാണ് ഇന്നലെ കണ്ടത്. ഗബ്രിക്ക് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് ഇന്നലെ ജാസ്മിൻ സ്റ്റാൻഡ് എടുക്കുന്നതും കണ്ടു. ഈ ഇത്രയും വലിയ വഴക്കുകളുണ്ടായി, പലതും ഇവരുടെ റിലേഷൻഷിപ്പിനെതിരായിട്ട് അവിടെ ഹൗസ് മേറ്റ്സ് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും ഒരല്പം പോലും അവരതിനെ കൂസലില്ലാതെ നേരിടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ്. ഇന്നലെ ശരണ്യയും അതുപോലെ തന്നെ ജാൻമണി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലിരുന്ന് നമ്മുടെ ഗബ്രി ജാസ്മിനെ കിസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അവരുടെ തൊട്ടടുത്തിരുന്നുണ്ട്, അവരുടെ മുന്നിലിരുന്ന്. നേരത്തെയൊക്കെ ഗബ്രി ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുക ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. അവർ ഈ വിഷയം ബിഗ് ബോസ് വീടിനകത്ത് ചർച്ചയാക്കുകയും ആളി കത്തുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഈ ഒരു സ്നേഹബന്ധത്തെ ഒരു പ്രൊവോക്കിംഗ് സ്ട്രാറ്റജി ആയിട്ട് കൂടി ഉപയോഗിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ചെയ്യാനുള്ളത് എന്നാൽ കാണട്ടെ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ അവരതിനെ ഉപയോഗിക്കുന്ന പോലെയും ഇന്നലത്തെ അവരുടെ ആ ഒരു നീക്കം കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം ഇന്നലെ മുഴുവൻ ഈ വിഷയങ്ങൾ പറഞ്ഞു വലിയ ഫൈറ്റ് ഉണ്ടായതാണ്. ഇന്നലെയല്ല, കഴിഞ്ഞൊരു വീക്ക് എടുത്താൽ ഇപ്പോൾ മുടിയനടക്കമുള്ളവർ ഉന്നയിച്ചത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ഇവർ മാത്രം അവരെടുത്ത് പോയിരിക്കുന്നതും ഈ പറയുന്ന തൊട്ടു നോക്കലും ഉമ്മ വയ്ക്കലും ഒക്കെ തന്നെയാണ് ചർച്ച ചെയ്തത്. അത് ഇനിയിപ്പോൾ പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നെറ്റിയിൽ ഉമ്മ വയ്ക്കുക, കയ്യിൽ ഉമ്മ വയ്ക്കുക, ഇതൊക്കെയാണ് അവിടെ ഇപ്പോൾ ചർച്ചയാവുന്നത്. അത് പക്ഷേ അവർക്ക് യാതൊരു മടിയുമില്ല ഈ പറയുന്ന ശരണ്യയുടെ മുന്നിൽ ഇരുന്ന് പോലും ചെയ്യാൻ. സോ ഇതൊക്കെ കാണുമ്പോഴാണ് ഇതൊരു നോർമൽ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇത്രയും റിസ്ക്, ലൈഫ് വെച്ചിട്ടൊരു റിസ്ക്. ഇവർക്ക് രണ്ടുപേർക്കും അറിയാം പുറത്ത് ഇവർ നെഗറ്റീവ് ആകുന്നുണ്ട് എന്ന്. എന്നിട്ടും ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുമ്പോഴാണ് പലരും പറയുന്നത് പോലെ ഇതൊരു പ്രണയമാണോ, റിയൽ ആയിട്ടുള്ള ഒരു പ്രണയമാണോ, ഇത് തുറന്ന് പറയാതെ ഇവർ മുന്നോട്ട് പോകുന്നതാണോ എന്ന് സംശയിച്ചു പോകുന്നത്. അതെന്തോ ആയിക്കോട്ടെ, തൽക്കാലം ഞങ്ങൾ ഫ്രണ്ട്സാണേ.